ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ ഫാമിലിയിലെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിനെ. എൻ്റെ കാർന്നോറ മോൻ്റെ നിക്കാഹ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. നമുക്ക് പിന്നെ എന്ത് ഫംഗ്ഷൻ എന്ത് വന്നാലും മെഹന്തി മസ്റ്റാണല്ലോ. അപ്പോൾ നിക്കാഹിന് വേണ്ടിയിട്ട് മെഹന്തിയെല്ലാം ഇട്ട് കയ്യിലൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. മെഹന്തി നിർബന്ധമാണ് കേട്ടോ ഫംഗ്ഷനെല്ലാം വരുമ്പോൾ. അല്ലെങ്കിൽ എന്തോ പോലെ ആയിരിക്കും. അയ്യോ, മൈലാഞ്ചി ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ചെറിയൊരു സങ്കടമെല്ലാം ഉണ്ടാവും. അങ്ങനെ മൈലാഞ്ചിയെല്ലാം ഇട്ട് രാവിലെ തന്നെ നമ്മളെല്ലാവരും റെഡിയായിട്ട് പോവലാണ്. നിക്കാഹ് പിന്നെ വീട്ടിൽ നിന്നാണ്, അതായത് ചെക്കൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടത്തേക്ക് പോകലാന്ന്. പിന്നെ മൈലാഞ്ചിയെല്ലാം ചുവന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തി. കാർന്നോറ വീട് വിളക്കോടാണ്, അതായത് ഇരിട്ടി വിളക്കോടാണ് കേട്ടോ. പെണ്ണിൻ്റെ വീട് മട്ടന്നൂരും ചെക്കൻ്റെ വീട് വിളക്കോടുമാണ്. അങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാം വന്ന് നമ്മളിവിടെ എത്തിയ പാടും കോക്ടെയിൽ കുടിച്ച്. പിന്നെ അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് നിക്കാഹിന് വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ നിക്കാഹ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്കനും പെണ്ണിൻ്റെ ഉപ്പയും എല്ലാവരും സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫാമിലിയിൽ ബോയ്സ് കുറവാണ് കേട്ടോ, കൂടുതലും ഗേൾസാണുള്ളത്. നമ്മളെ കസിൻസിൽ ഗേൾസാണ് അധികവും, പിന്നെ ബോയ്സ് അങ്ങനെ കുറവാണ്. അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷമുള്ളൊരു നിക്കാഹിന് അപ്പം നല്ലൊരു രസം ഉണ്ടായിന്. നിക്കാഹിൻ്റെ അന്ന് എന്താ പറയുക, പോക്കും അതുപോലെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നല്ലൊരു രസം ഉണ്ടായിന്. ഇതിപ്പം ഞാൻ വീഡിയോ അതായത് എൻ്റെ വേറൊരു കസിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, എൻ്റെ ഫോണിൻ്റെ ആൻഡ്രോയിഡ് ഫോണായതുകൊണ്ട് അത്ര വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല. ഏകദേശം കുറച്ചെല്ലാം എടുത്തിട്ടുണ്ട്, കുറച്ച് വീഡിയോസെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൈയെല്ലാം കൊടുത്ത് അങ്ങനെ നിക്കാഹ് തുടങ്ങിയിട്ടുണ്ട്. പിന്നില്ലേ ഇങ്ങനെ നിക്കാഹ് ചെയ്യുന്നതെല്ലാം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കാണുന്നത്. അധികവും പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെയല്ല നിക്കാഹെല്ലാം ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത്. രാവിലെ 11 മണിക്കാണ് കേട്ടോ നിക്കാഹ്. അങ്ങനെ നിക്കാഹെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാണ് കേട്ടോ ചെക്കൻ പെണ്ണിന് നൽകുന്ന മഹർ, ചെക്കൻ പെണ്ണിന് കൊടുക്കുന്ന മഹറുമാല. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പെണ്ണിനെ ചമയിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. അവിടുന്ന് ഫുഡ് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ ഒരു ഉച്ച ഒരു 1:30 മണിയാകുമ്പോഴത്തേക്കും പോയിന്. ഇതിപ്പോൾ മട്ടന്നൂരേക്കാണ് പെണ്ണിൻ്റെ വീട്. അങ്ങനെ മട്ടന്നൂരേക്ക് പെണ്ണിനെ ചമയിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. പിന്നെ ബിരിയാണിയെല്ലാം കഴിച്ച് ഉച്ച സമയമായതുകൊണ്ടാണെന്ന് അറിയില്ല ഭയങ്കര ക്ഷീണവും ഭയങ്കര ദാഹമെല്ലാം ഉണ്ടായിന്. എന്താണെന്നറിയില്ല, ഭയങ്കര ചൂടല്ലേ ഈ ഒരു സമയം. അപ്പോൾ ഭയങ്കര ക്ഷീണം ഉണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മൾ ഒരു ചെറിയൊരു സ്ഥലത്ത് ഇവിടുന്ന് ഒരു ലൈം സോഡ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ നിർത്തി ലൈം സോഡയെല്ലാം കുടിച്ച് അങ്ങനെ മെല്ലനെ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലെത്തി ചമയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെണ്ണിൻ്റെ പെങ്ങന്മാരും നമ്മളെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ചമയിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങനെ കുറേ സമയം ഞാൻ ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം നമുക്കൊരു ഫസ്റ്റ് തന്നെ ഒരു വീട്ടിൽ പോകുമ്പോൾ ഒരു ഇങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ വീഡിയോസെല്ലാം എടുക്കുമ്പോൾ ഒരു ചമ്മലുണ്ടാവില്ലേ, അതുകൊണ്ട് ഞാനങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ചമയിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഫോട്ടോഷൂട്ടും അങ്ങനെ മഹറുമാലയും എല്ലാം ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചമയ്ക്കലെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട്. പിന്നെ മാലയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. മാക്സിമം ക്ലിയർ ആക്കിയിട്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോസെല്ലാം ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഫോട്ടോസെല്ലാം കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കൽ. ഇവിടുന്ന് നമുക്ക് ഫുഡ് ഉണ്ടായിന് കേട്ടോ. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളൊരു ഉച്ച സമയമായിന്. അപ്പോൾ അവിടെ എത്തിയ പാട് നമുക്ക് ഡ്രിങ്ക് ഉണ്ടായിന്, വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നല്ല
ഇളനീർ ജ്യൂസില്ല അതൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കുടിച്ചിട്ടാണ് നമ്മൾ ചമയ്ക്കാൻ വേണ്ടി നിന്നത്. എന്നിട്ട് ചമയിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതുപോലെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. നല്ല കിടിലം ഫുഡായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അതുപോലെ എന്താ പറയുക, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. അപ്പോൾ ഇതാ ഊത്തപ്പം, അതുപോലെ കല്ലുമ്മക്കായ് ഫ്രൈ, പിന്നെ മന്തി, പിന്നെന്താനോ ചിക്കൻ ഫ്രൈ ഉണ്ടായിന്, പിന്നെ ബിരിയാണി ഉണ്ടായിന്, ബീഫ് ബിരിയാണി, അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിന്. പിന്നെ പുഡിങ് അതൊക്കെ ഉണ്ടായിന് കേട്ടോ. ഇതിപ്പോൾ അവിടെ എന്തോ ഒരു ജെറി ഉണ്ടായിന് അവരുടെ വീട്ടിൽ. അപ്പോൾ അതവർ നിങ്ങൾ പറിച്ചോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് പറിക്കലേനു. അങ്ങനെ നമ്മൾ പറിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കലേനു കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് വരുമ്പോൾ ഫ്രൂട്ട് സലാഡും എല്ലാം ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിച്ച് നേരെ പിന്നെ വീട്ടിലേക്ക് നല്ല സന്തോഷത്തോടെ നിക്കാഹും കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോക്കാന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.